ഹെൽത്ത് ഇൻസ്പെക്ടർ ആവുക എന്നത് പലപ്പോഴും കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയാണ്. എങ്ങനെയാണ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആകാൻ കഴിയുക? നമുക്കറിയാം, ഭക്ഷ്യവിഷബാധയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹോട്ടലുകളൊക്കെ റെയ്ഡ് ചെയ്യുകയും മോശമായ ഭക്ഷണ പദാർത്ഥങ്ങളെ പിടിച്ചെടുത്ത് നശിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ ധാരാളം കേൾക്കാറുണ്ട്. ഇവിടെ ഈ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയെ ഏറ്റവും വലിയ രീതിയിൽ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ജനവിഭാഗമാണ്, ഒരു തൊഴിൽ വിഭാഗമാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അഥവാ ഫുഡ് ഇൻസ്പെക്ടർമാർ തുടങ്ങിയ മേഖലകളൊക്കെ. സാനിറ്ററി ഹൈജീനിക് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. നമ്മുടെ പൊതുനിരത്തുകളുടെ ശുചീകരണവും അതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലകൾ, പകർച്ചവ്യാധികളിൽ നിന്നൊരു ജനതയെ രക്ഷിച്ചു നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു തൊഴിൽ മേഖല, അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ ഉറപ്പുവരുത്തുന്ന ഒരു തൊഴിൽ മേഖല, ആശുപത്രികളിലുമൊക്കെ അവിടെ പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കാനും മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാനുമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു തൊഴിൽ മേഖല. ഇതാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തൊഴിൽ മേഖല. വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ വളരെ കൃത്യതയോടുകൂടെ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനത്തിൻ്റെയും, അതായത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഹൈജീനിക്കായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഉറപ്പുവരുത്തുന്ന, നമ്മുടെ പൊതു ശൗചാലയങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്ന് പറയുന്ന ആൾക്കാർ. ഹെൽത്ത് ഇൻസ്പെക്ടർ, ഫുഡ് ഇൻസ്പെക്ടർ എന്നിങ്ങനെയുള്ള മേഖലകളിൽ, ചില സ്ഥലങ്ങളിൽ നമ്മൾ സാനിറ്ററി ഇൻസ്പെക്ടർ എന്ന പേരിലുമൊക്കെ അറിയപ്പെടുന്ന ഒരു തൊഴിൽ മേഖലയാണിത്. 2 വർഷക്കാലം കൊണ്ട് പഠിച്ച് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഈ തൊഴിൽ മേഖല പ്രധാനമായിട്ടും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും ആശുപത്രികളിലും ഇന്ത്യൻ റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ നമുക്ക് ധാരാളം അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയും അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾ വഴിയുമൊക്കെ നിയമന സാധ്യതകളുള്ള ഈ മേഖല ഒരു യൂണിഫോം പോസ്റ്റ് കൂടിയാണ് യഥാർത്ഥത്തിൽ ഫുഡ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുന്ന തൊഴിൽ മേഖല. അപ്പോൾ ഇവിടെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ +2, അത് സയൻസ് സ്ട്രീമിലുള്ള കുട്ടികളാണെങ്കിൽ കൂടുതൽ നല്ലത്. അവർക്ക് 2 വർഷത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, ചില സംസ്ഥാനങ്ങളിൽ ഇത് സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് എന്ന പേരിൽ കൂടിയാണ് അറിയപ്പെടുക. നാഷണൽ ലെവലിലുള്ള ബെൽഗാമിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും കേരളത്തിലെ 3ഓളം വരുന്ന ഗവൺമെൻറ് കോളേജുകളും മറ്റു അനവധി സ്വകാര്യ കോളേജുകളിലുമൊക്കെയായിട്ട് പഠിക്കാൻ കഴിയുന്ന, വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ കഴിയുന്ന ഒരു കോഴ്സ് കൂടിയാണിത്. ഏതാണ്ട് 5000 രൂപയോളം മാത്രം ഫീസ് വരുന്ന, മാനേജ്മെൻറ്റ് മേഖലയിലാണെങ്കിൽ ഒരു 10,000-ൽ താഴെ മാത്രം ഫീസ് വരുന്ന ഒരു കോഴ്സാണ്. 2 വർഷം കൊണ്ട് പഠിച്ച് ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന മേഖല. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ കോഴ്സ് പഠിക്കാനായിട്ട് അവസരമുണ്ട്. അത് വളരെയധികം ക്ഷമയോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ ഒരു ഇത്തരം, അതായത് പകർച്ചവ്യാധികൾ, ഹൈജീനിക് അല്ലാത്ത പ്രദേശങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്ത് അതിനെയൊക്കെ ഹൈജീനിക് ആക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് വേണ്ട നടപടികൾ നിർദ്ദേശിക്കപ്പെടുന്ന, അതിന് നേതൃത്വം നൽകുന്ന തൊഴിൽ മേഖല എന്ന നിലയിൽ നമുക്കതുമൊക്കെയായിട്ട് പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം ഈ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന വ്യക്തിത്വങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നമുക്ക് പഠനം എന്ന് പറയുമ്പോഴത്തേക്കും ഈ 2 വർഷക്കാലം കൊണ്ട് പഠിച്ച് പുറത്തിറങ്ങി ഒരു ജോലിയിലേക്ക് കടക്കാൻ കഴിയുന്ന ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് യഥാർത്ഥത്തിൽ ഒരു പാരാമെഡിക്കൽ കോഴ്സായിട്ടാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സായിട്ടാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. അത് ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ വഴിയാണ് ഈ കുട്ടികളെ നമ്മൾ കേരളത്തിൽ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് നയിക്കപ്പെടുക. അപ്പോൾ +2ൻ്റെ മാർക്ക് വെച്ചിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ, LBS സെൻറ്ററിൻ്റെ സൈറ്റിൽ കൂടെ കേരള സംസ്ഥാന സർക്കാർ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന മുറയ്ക്ക് നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. ആ അപേക്ഷ പ്രോസസ്സ് ചെയ്യുന്ന മുറയ്ക്കാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. ആ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികളാണ് നമ്മളെങ്കിൽ, ഒരു നല്ല യൂണിഫോം പോസ്റ്റ് തന്നെയാണിത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിലേക്ക് പോകാം. കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ റെയിൽവേയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ കഴിയുന്ന വിവിധ സർക്കാർ
മോർച്ചാറികളിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ. റെയിൽവേയിൽ നമുക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെയും സ്റ്റേഷൻ്റെയും റെയിൽവേ കമ്പാർട്ട്മെൻറ്റുകളുടെയും ഒക്കെ ശുചിത്വം ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പെസ്റ്റ് കൺട്രോൾ എല്ലാം ഇവരുടെ റെസ്പോൺസിബിലിറ്റിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് ഇവരുടെ ചുമതലയാണ്. അതേപോലെ തന്നെ അവിടെ വരുന്ന മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ ഇടപെടുന്നത് ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പദവി വഹിക്കുന്ന ആൾക്കാരാണ്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പരീക്ഷകളിലൂടെ നമുക്ക് റെയിൽവേയിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷകളിലൂടെ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ കേരളത്തിലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത്, ഹോസ്പിറ്റലുകൾ ഇവിടെയൊക്കെയുള്ള ജോലികളിൽ പ്രവേശിക്കാൻ കഴിയും. ഇതും കൂടാതെ നമുക്ക് വലിയ വ്യവസായശാലകളിൽ, അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ഒക്കെ, പാർക്കുകളിൽ ഒക്കെ ഇവർക്ക്, അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ, വലിയ മാളുകളിൽ ഒക്കെ ജോലി സാധ്യതകളുള്ള ഒരു പഠന മേഖലയാണ്, ഒരു പാരാമെഡിക്കൽ പഠന മേഖലയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് എന്ന് പറയുന്നത്. +2 കഴിയുന്ന കുട്ടികൾക്ക് ചെന്നെത്താൻ കഴിയുന്നൊരു മേഖലയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും ജോയിൻ ചെയ്യാൻ ചില സ്ഥലങ്ങളിലൊക്കെ അനുവാദമുണ്ട്. പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ സയൻസ് ഡിഗ്രി ഒരു നിർബന്ധ വിഷയമാക്കി എന്ന് വരാം. ഇടയ്ക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായെന്ന് വരാം. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ തയ്യാറെടുക്കുന്ന, കരിയർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ മുമ്പിൽ മികച്ച സാധ്യതകൾ തന്നെയാണ് ഈ ഒരു മേഖല ഒരുക്കുന്നത്. അപ്പോൾ സാനിറ്ററി ഇൻസ്പെക്ടർ എന്ന് ചില സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്ന, നമ്മുടെ കേരളത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് എന്നറിയപ്പെടുന്ന ഈ കോഴ്സിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും LBS സെൻറ്ററിൻ്റെ സൈറ്റ് വഴി അതിന് അപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താവുന്നതാണ്.